കാർഡിയോ വ്യായാമങ്ങളും വെയ്റ്റ് ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏതാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്? അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏതാണ്? ചുരുക്കി പറഞ്ഞാൽ രണ്ടും ചെയ്യേണ്ടത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. കാർഡിയോ അല്ലെങ്കിൽ ഹൃദയാരോഗ്യ വ്യായാമം. കാർഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കലോറി കുറേയധികം കത്തിക്കുന്നു. നമ്മുടെ ശരീരം കൂടുതൽ ഫിറ്റ് ആകുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാമിനയും കൂടുന്നതാണ്. ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനം ഇത് കാരണം മെച്ചപ്പെടുന്നതാണ്. ഓടുന്നത്, നീന്തുന്നത്, സൈക്ലിംഗ് ചെയ്യുന്നത് ഇതെല്ലാം കാർഡിയോയുടെ ചില ഉദാഹരണങ്ങളാണ്. ഇനി സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ ശക്തി പരിശീലനം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്? വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ശക്തി പരിശീലനം ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകൾ കൂടുതൽ ശക്തിയുള്ളതായിട്ട് മാറുന്നതാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെല്ലാം മെച്ചപ്പെട്ട രീതിയിലുള്ളതാകുന്നു. ഇതിനോടൊപ്പം തന്നെ കലോറിയും കത്തുന്നതാണ്. മാത്രമല്ല എക്സസൈസ് ചെയ്യാതിരിക്കുന്ന സമയത്തും കലോറി കത്തുന്നതിന് സ്ട്രെങ്ത് ട്രെയിനിങ് സഹായിക്കുന്നതാണ്. പുഷപ്പ് ചെയ്യുന്നത്, വെയ്റ്റ് ട്രെയിനിങ്, വെയ്റ്റ് ലിഫ്റ്റിങ്, സിറ്റപ്പ് തുടങ്ങിയവ ഇതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഇത് രണ്ടും എത്ര നേരം വീതം ചെയ്യണം? എല്ലാ ആഴ്ചയും 2 പ്രാവശ്യമെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാ ആഴ്ചയും കുറഞ്ഞത് 75 മിനിറ്റെങ്കിലും ശക്തമായ രീതിയിലുള്ള കാർഡിയോയും ഒരു 150 മിനിറ്റ് കുറഞ്ഞ രീതിയിലുള്ള കാർഡിയോയും ചെയ്യേണ്ടതാണ്.